ഹലോ ഹായ് നമസ്കാരം പുതിയൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഈ ഒരു ശിവരാത്രിയിൽ നടന്ന ഒരു സംഭവങ്ങളൊക്കെ കൂട്ടിക്കുഴച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ ദിവസം തന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ ഒരു സോറി പറയണം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണ് ഫോളോ ചെയ്യാൻ മറക്കരുത്. തിരിച്ചും ആ ഒരു സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ശിവക്ഷേത്രത്തിലാണ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ കൂട്ടപ്പന ശിവക്ഷേത്രത്തിലാണ് അവസാനിച്ചത്. അച്ഛനും അമ്മയും കൂട്ടപ്പന ശിവക്ഷേത്രം വരെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവരുടെ മോള് നമ്മളെല്ലാവരും വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് അതിനുശേഷം വൈകുന്നേരമാണ് ആഴിമലയിലും അതോടൊപ്പം തന്നെ അരുവിപ്പുറത്തേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ എൻ്റെ ഈ ഒരു ഏജിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും 7 അമ്പലം ശിവരാത്രിൻ്റെ അന്ന് 7 അമ്പലം വരെ സന്ദർശിക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഭക്തിയോടെ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത്, അവിടെ വരെ നമ്മൾ പോകുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശിവരാത്രിൻ്റെ സമയങ്ങളിലൊക്കെ ഒരുപാട് ശിവരാത്രി എടുത്തിട്ടുണ്ട്. രാത്രി ഉറക്കമൊഴി നമ്മൾ ഭക്തിയോടെ നമ്മളെല്ലാം ചെയ്തിട്ട് ആ സമയങ്ങളിലൊക്കെ എന്തിനാണ് ശിവരാത്രി എടുക്കുന്നതിനുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പറയുന്നത് നല്ല ഭർത്താവിനെ കിട്ടും. നിങ്ങൾ ശിവരാത്രി എടുത്താൽ നല്ല ഭർത്താവിനെ കിട്ടും കേട്ടോ. ശിവരാത്രി എടുത്താൽ നല്ല ഭർത്താവിനെ കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ശിവരാത്രിക്ക് നമ്മൾ ആ ഒരു ശിവരാത്രി എടുത്തുകൊണ്ടിരുന്നത്, നല്ല ഭർത്താവിനെ കിട്ടും എന്നുള്ളൊരു ചിന്തയിൽ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ശിവരാത്രി, എന്തിനാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കിയതും ശരിയാക്കിയതും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ചില ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഐതിഹ്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ അല്ലേ. ശരിക്കും പറഞ്ഞാൽ കാളക്കൂട്ട് എന്ന് പറഞ്ഞൊരു വിഷം, ശരിക്കും ശിവൻ അതെല്ലാവർക്കും അറിയുന്നൊരു കഥ തന്നെയാണ്. പാനീയം ചെയ്ത് വെച്ചാൽ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഈ വിഷം ശ്രീ പരമേശ്വരൻ പാനം ചെയ്ത സമയത്ത് ആ വിഷം ഭഗവാന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അപകടമുണ്ടാകും. അപ്പോൾ ആ വിഷം കുടിച്ചാൽ എന്താണ് അപകടം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ആ ഒരു വിഷം നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാന് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പാർവതി ദേവി നമ്മുടെ കൃഷ്ണൻ മീൻസ് ശിവൻ്റെ തൊണ്ട പിടിക്കുകയും, തൊണ്ട എന്ന് പറഞ്ഞ് കഴുത്ത് മുറുക്കെ പിടിക്കുകയും വിഷം പുറത്തു പോകാതിരിക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വിഷം കാണ്ഡത്തിൽ തന്നെ ഉറച്ച് ഭഗവാൻ നീലകണ്ഠനായി മാറുകയായിരുന്നു. ആ രാത്രി ഭഗവാൻ അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദേവന്മാരും ദേവിമാരും ഉറക്കമണിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് എന്നാണ് നമ്മളെ ഐതിഹ്യം എന്ന് പറയുന്നത്. അത് വെച്ചാൽ നമ്മൾ ആ സമയത്ത് നമ്മളെല്ലാവരും ഉറക്കമൊഴിഞ്ഞിട്ടാണല്ലോ ശിവന് വേണ്ടിയിട്ട്. ആ ദിവസങ്ങളൊക്കെ ശിവൻ്റെ ആ ഒരു നമ്മളെ അനുഗ്രഹത്തിന് വേണ്ടിയും ദീർഘായുസിന് വേണ്ടി, നമ്മുടെ ദീർഘായുസിനൊക്കെ വേണ്ടി നമ്മൾ ശിവനെ പ്രാർത്ഥിക്കുക എന്നാണ് ഏറ്റവും കൂടുതൽ വലിയൊരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ അന്നത്തെ ദിവസം വേറൊരു ഐതിഹ്യം കൂടെ നമുക്ക് അറിയുന്നവരുണ്ട്. കാരണം ശിവനും പാർവതിയും ഒന്നായ ഒരു ദിവസം കൂടിയാണെന്നാണ് പറയപ്പെടുന്നത്. ശിവപാർവതി വിവാഹം, ഭഗവാൻ ശിവനും പാർവതി ദേവിയും വിവാഹിതരായ ദിവസമാണ് ശിവരാത്രി എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ. പ്രകൃതിയും പുരുഷനും ഒന്നായ ആ ദിനം അതീവ പവിത്രമായി കരുതുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നല്ല ഭർത്താവിനെ കിട്ടുമെന്നുള്ള ഒരു ഐതിഹ്യം കൂടി നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നത് എന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ഐതിഹ്യത്തിനോടൊപ്പം തന്നെ വേറൊരു ഐതിഹ്യം കൂടി നമുക്കിടയിലുണ്ട്. ആനന്ദ താണ്ഡവമാടിയ രാത്രിയും കൂടിയാണ് ആ ഒരു ദിവസം നടന്നത്. താണ്ഡവമാടിയ ഒരു രാത്രി കൂടിയാണ് ശിവരാത്രി എന്ന് പറയുന്നുണ്ട്. കുടുംബത്തിലെല്ലാവർക്കും നമ്മളെടുക്കുന്ന വ്രതം എന്ന് പറയുന്നത് കുടുംബത്തിലെല്ലാവർക്കും ഐശ്വര്യവും ആയുസ്സും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ശിവരാത്രിൻ്റെ അന്ന് നമ്മൾ വ്രതം എടുക്കുന്നത്. അതിലെല്ലാം പെടും ശിവനും പാർവതിയും. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ശിവഭക്തി ആയതുകൊണ്ട് തന്നെ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ സൈനിങ് ഓഫ് ശിൽജ ബി. വിശ്വനാഥൻ.